ഹലോ എടി സുലോചനെ, ഞാനേ വല്ലാതെ വിഷമത്തിലാടി. എന്താടി? അതെ, ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോഴേ ഈ വഴക്കും പിണക്കൊക്കെ സാധാരണയാണല്ലോ. ആണ് അല്ലേ? നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടാറില്ലേ? എപ്പോഴും. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യാറ്? അപ്പുറത്തെ മുറിയിൽ കയറി കിടക്കും. ആണല്ലോ, അങ്ങനെയാണല്ലോ. അയ്യോ, എന്റെ ചേട്ടൻ എന്താ ചെയ്യാന്നറിയോ? എന്നോട് പിണങ്ങിട്ട് നേരെ ഇവിടുത്തെ കിണറ്റിലോട്ട് അങ്ങ് ഇറങ്ങി പോവടി. അത് വല്ലാത്തൊരു സ്വഭാവമാണല്ലോ. എന്നിട്ട് പിറ്റേന്ന് കാലത്താണ് കേറി വരുന്നത്. അയ്യോ എടിയേ, അദ്ദേഹത്തിന് എന്തെങ്കിലും ബാധ കയറിയിട്ടുണ്ടോ? അയ്യോ, ബാധയോ ഭൂതോ പ്രേതോ ഒന്നും എനിക്ക് അറിയത്തില്ലേ. ഇതൊരു പതിവാക്കി മാറ്റിരിക്കടി. എന്തായാലും ശരി, ഞാനേ അത്ഭുത സിദ്ധിയുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ട്. ഇന്ന് അവരിവിടെ വരാന്നും പറഞ്ഞിട്ടുണ്ട്. പൂജയോ മന്ത്രോ ഹോമോ എന്ത് ചെയ്തിട്ടാണെങ്കിൽ ശരി, ഇതിന് ഞാനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും. എന്തൊക്കെയുണ്ടടി വിശേഷം? സുഖം സുഖം സുഖം. പിന്നെ എന്റെ മോന്റെ ബർത്ത്ഡേ കേട്ടോ, വരുന്ന ഞായറാഴ്ച കുടുംബസമേതം വരണേ. നീ ഒന്നിങ്ങോട്ട് നിന്നേ. രാജേട്ടോ, പറയുന്ന കേട്ടിനാ? മോന്റെ ബർത്ത്ഡേ ആന്നേ, വരുന്ന ഞായറാഴ്ച. നേരത്തെ പറഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ട കേട്ടിനാ? അയ്യോ, വെള്ളമില്ല തോന്നല്ലേ? വെള്ളമൊന്നുമില്ല. എന്നാ പിന്നെ ഇത് മണ്ണിട്ടങ്ങ് മൂടിയാ പോരെ? ഈ കിണർ അങ്ങനെ മൂടാനൊന്നും പറ്റത്തില്ലടി. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുത്തിയ കിണറാ. ബ്രിട്ടീഷുകാർ കാലിട്ട് കുത്തിയ കിണറാ? ബ്രിട്ടീഷുകാരുടെ കാലിട്ട് കുത്തിയ കിണറല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുത്തിയ കിണറാന്ന്. ചരിത്ര സ്മാരകമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു കാരണവശാൽ ഇത് മൂടാൻ അങ്ങേര് സമ്മതിക്കത്തില്ല. അല്ലടി, ഇതിൽ ഓക്സിജൻ കിട്ടുവോ? അതുകൊണ്ടാണല്ലോ കാലത്ത് ഇങ്ങോട്ട് കയറി പോരുന്നേ. എന്നാലും ഈ ചൂട് കാലത്ത് എങ്ങനെ ഇങ്ങനെ ഇതിന്റെ അകത്ത് കിടക്കുന്നേ? അയ്യോ, അങ്ങേര് അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന നീ കണ്ടിട്ടില്ലല്ലോ. ഒരു കുട്ടി ഫാന്, ടോർച്ച്, തലയണ, കഴിക്കാൻ കുറെ ഫ്രൂട്ട്സ്, ഇതൊക്കെ കെട്ടിപ്പൊതിഞ്ഞാ അതിനോട്ട് പോകുന്നേ. രാജണ്ണാ, നിങ്ങളിതൊരു ബെഡ്റൂം ആക്കി മാറ്റി. ഞാനില്ലാത്ത ബെഡ്റൂം. നിന്നെ വെച്ചിട്ട് ഇങ്ങേര് ഈ 30 അടുത്ത ആഴ്ചയുള്ള കിണറിലേക്ക് ഇറങ്ങിയിരിക്കെ നീ എന്ത് ഡോസാടി കൊടുത്ത്? ബിന്ദു, നീ വന്നപ്പോ തന്നെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇതിനൊരു പരിഹാരം കാണണ്ടേ? ഞാൻ കിണറ്റിലിറങ്ങാൻ അങ്ങ് പഠിക്കും. രാജണ്ണാ, അവിടെ രക്ഷയില്ല കേട്ടോ. നീ കുടുംബം കൊണ്ടോണ്ടാണ് വന്നിരിക്കുന്നേ. എടോ, എന്തൊക്കെ പരിഹാരം പറ. പരിഹാരമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മോളെ. ദിവ്യ ഉണ്ണി വരുന്നുണ്ട്, ദിവ്യ ഉണ്ണി. ഏത്? നമ്മൾ സിനിമ നടി ദിവ്യ ഉണ്ണിയാ? അയ്യോ, സിനിമ നടി ദിവ്യ ഉണ്ണി എന്നല്ല, അത്ഭുത സിദ്ധിയുള്ള ദിവ്യ ഉണ്ണി തന്നെന്ന ദിവ്യ ഉണ്ണി. അവര് വരുന്നുണ്ട്. സിദ്ധിയുള്ള ദിവ്യാജിക്ക് എന്റെ ഗൃഹത്തിലോട്ട് സ്വാഗതം. സ്വാഗതം മാത്രമേ ഉള്ളൂ, വെൽക്കം ഡ്രിങ്ക് ഒന്നുമില്ലേ? ഓ, റെഡി കൂടാവേ. എന്താണ് പ്രശ്നം? അരുൾ ചെയ്താലും. രാജണ്ണ എന്നും കുടിച്ച് വഴക്കുണ്ടാക്കി കിണറ്റിലേക്ക് ഇറങ്ങിയിരിക്കും. എന്നിട്ട് ഇവളോട് മുട്ടം വഴക്ക, ഒരു മനസമാധാനം കൊടുക്കുന്നില്ല. നിങ്ങൾ ആരാണ്? ഞാൻ അയൽവക്കത്തില്ല. അതെ, അവരുടെ ഭർത്താവല്ലേ ആ കിണറ്റിൽ ഇറങ്ങുന്നത്. അവക്ക് സെന്റി അടിച്ച് മാറ്റർ പറയാൻ അറിയില്ല. നമ്മള് ഒറ്റ ചങ്ക്. അയ്യോ, അന്തരീക്ഷത്തുനിന്ന് എന്തോ ആവാഹിച്ചിട്ട്. അതേടി ആവാഹനം. ഏത് വാഹനം? അയ്യോ, ആ വാഹനം ഞാൻ വന്ന വാഹനമാണ്. അപ്പൊ ആ വാഹനം അങ്ങോട്ട് മാറി നിൽക്കൂ. ഇത് ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പിയാ? ഡോക്ടർ പറഞ്ഞു എന്നും കാലത്ത് ഫിസിയോതെറാപ്പി ചെയ്യണോന്ന്. എനിക്ക് വീട്ടിൽ നിന്ന് സമയം കിട്ടില്ല, അതുകൊണ്ട് പോകുന്നിടത്തൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. അയ്യോ ദിവ്യാജിയെ, ഫിസിയോതെറാപ്പി വീട്ടിൽ ചെന്നിട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കി പറഞ്ഞു തരാവോ? ഓ, ഒരു മിനിറ്റ്. എന്താ? അതെ, എന്റെ മന്ത്രമാണ്. ഈ കിണറിന് ദോഷമുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഈ മന്ത്രം ചൊല്ലും, നിങ്ങളത് ഏറ്റു ചൊല്ലണം. എന്നെ ഫോളോ ചെയ്യൂ. ഫോളോ മീ. അവിടെ പോന്ന് അപ്പത്തിന് തിരിച്ചു പോകൂ. അവിടെ പോന്ന് അപ്പത്തിന് അതെ,
ഈ കിണറിന് ദോഷമുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഇത് മാറ്റിയിട്ട് കുഴൽ കിണർ കുത്തണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കം. 97 44 01 77 67. ആരുടെ നമ്പർ? എന്റെ ഭർത്താവിന്റെ നമ്പർ. ആൾ അസലായിട്ട് കുഴൽ കിണർ കുത്തും. അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. അതിന് ദോഷമുണ്ട് കേട്ടോ. അതിന് തിരിച്ച് മതില് കെട്ടണം. അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. നടക്കും. 82 81 60 30 ആരുടെ നമ്പറാ? എന്റെ സഹോദരന്റെ നമ്പർ. ആൾ അസലായിട്ട് മതില് പണിത് തരും കേട്ടോ. സ്നേഹത്തോടെയാണെങ്കിൽ സ്നേഹം മതിലും കെട്ടിത്തരും. അയ്യോ എന്റെ ദിവ്യാജി, നിങ്ങൾ കെട്ടിയോനെ സഹോദരനെ പ്രൊമോട്ട് ചെയ്യാതെ ഇവിടുത്തെ പ്രശ്നം എന്താന്നൊക്കെ ഒരു പരിഹാരം പറഞ്ഞിട്ടാ. ഓ പരിഹാരം. വെള്ളമില്ലേ? ഇല്ല. ഇതിലെ വെള്ളല്ല. ഡ്രിങ്ക് വെൽക്കം ഡ്രിങ്ക് ചോദിച്ചില്ലേ, ആ വെള്ളം. കൊണ്ടുവരാം. ഇതാ കുടിച്ചോളൂ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനെ പിടിച്ച് കണ്ടു തള്ളിയിടുവേ. എന്ത് പന്തറാ? ഇന്നെ നല്ല 4 വർത്താനം പറഞ്ഞതാണ്. നിങ്ങളെ ഇവളെ പിടിച്ചൊന്ന് കിണറ്റിലിടണം. അങ്ങോട്ട് മാറി നിൽക്കൂ. ഇത് പിടിക്കൂ. ഇങ്ങ തരൂ. എന്റെ നെഞ്ചത്തോട്ടല്ല, അതിന്റെ അച്ഛൻ തരൂ. ഇത് പിടിക്കൂ. പിടിക്കൂ. എന്നിട്ട് ആ കിണറ്റിലിറങ്ങൂ. ഞാൻ പറയാം. അയ്യോ അയ്യോ, പൂജ കാണാൻ സ്വാമി. പൂജ ചെയ്യണം. ദോഷം, ശാപമുണ്ട്. ശാപം. സഹോദരന് ശാപമുണ്ട്. കുട്ടിക്കാലത്ത് പൊട്ടക്കിണറ്റിൽ കല്ലെറിഞ്ഞൊരു തവള ചത്തിട്ടുണ്ട്. അതിന്റെ ശാപം നിങ്ങളുടെ കെട്ടോന് ധാരാളമായിട്ടുണ്ടാവും. കല്യാണ നിശ്ചയം കഴിഞ്ഞൊരു തവളയായിരുന്നേ. അതിന്റെ ശാപം ദാമ്പത്യ ജീവിതം ലഭിക്കാതെ എന്നും ആ തവളയുടെ കൂടെ പൊട്ടക്കിണറ്റിൽ ഇരിക്കണമെന്നേ അത് ശപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് എന്നും കിണറിലേക്ക് ഇറങ്ങുന്നത്. അയ്യോ അയ്യോ എടി, ഇത് നമ്മള് വിചാരിച്ച പോലെ നെല്ലടി കാര്യങ്ങള്. ഞാൻ ചന്ദനത്തിരിയായിട്ട് കിണറ്റിലേക്ക് ഇറങ്ങിയില്ലേ, അവിടെ നോക്കുമ്പോ ഒരു വലിയ തൊരങ്കടി. അതിലൂടെ ഞാൻ കേറി ചെന്നപ്പോഴോ ഒരു വലിയ വേറൊരു കിണറും. അതിലോട്ട് കേറിയ മേലോട്ടൊക്കെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താന്നറിയാ? എന്താ? അലക്കിക്കൊണ്ടിരിക്കുന്ന സാരളെ. നിന്റെ കെട്ട് നിന്നോട് പൊടങ്ങിട്ട് എങ്ങോട്ടാ പോകുന്നറിയാവോ? എങ്ങോട്ടാ? സാരള എന്നെ വീട്ടിലേക്കാടി. എന്നാൽ എന്റെ ബ്രിട്ടീഷുകാരെ എന്നോടിച്ചത് വേണ്ടായിരുന്നു. അയ്യോ, പോകുമ്പോഴേ നിങ്ങൾക്ക് തോരങ്കങ്ങളൊക്കെ അടച്ചിട്ട് പോയാ പലവിധ അവിഹിതം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉരംഗത്തിൽ കൂടിയുള്ള അവിഹിതം ഇതാദ്യമായിട്ടാ.